എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 ഹയർ സെക്കൻഡറി അഡ്മിഷനുമായി ബന്ധപ്പെട്ട് വിഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള വിദ്യാർത്ഥികൾ അനുകമ്പാർഹ മാറ്റത്തിന് അർഹതയുള്ള ഗുരുതര രോഗാവസ്ഥ ഉള്ളതും ആയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് അതുപോലെ തന്നെ ശിശു സംരക്ഷണ നിയമം അനുസരിച്ച് പ്രത്യേക ശ്രദ്ധയും സംരക്ഷണവും ആവശ്യമുള്ള വിദ്യാർത്ഥികൾക്ക് അതുപോലെ തന്നെ കൂടുതൽ സൗകര്യപ്രദമായിട്ടുള്ള മറ്റ് സ്കൂൾ കോമ്പിനേഷൻ മാറ്റം പ്രവേശനം അനുവദിച്ചിട്ട് ഉത്തരവായിട്ടുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് അവരുടെ ലിസ്റ്റ് ഈ ഒരു പേജിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് hscap.kerala.gov.in എന്ന വെബ്സൈറ്റിൽ നിന്നും നിങ്ങൾക്ക് ഈ ഒരു ട്രാൻസ്ഫർ മാറ്റം ലഭിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ഏത് സ്കൂളിലേക്കാണ് ട്രാൻസ്ഫർ കിട്ടിയത്, ഏത് കോഴ്സിലേക്കാണ് മാറ്റം കിട്ടിയത് എന്നുള്ളത് കൃത്യമായിട്ട് അറിയാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഓരോ സ്കൂളിലെയും വേക്കൻസിക്ക് അനുസരിച്ചിട്ടാണ് ട്രാൻസ്ഫർ അനുവദിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ചോദിക്കുന്നതാണ് ഇനിയൊരു മ്യൂച്വൽ ട്രാൻസ്ഫർ ഉണ്ടോ എന്നുള്ളത്. മ്യൂച്വൽ ട്രാൻസ്ഫർ ഉണ്ടാകുന്നതല്ല. നിങ്ങൾക്ക് അങ്ങനെ വല്ല മാറ്റം, അതായത് നിലവിലെ സ്കൂളിൽ നിന്ന് അങ്ങനെ മാറണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കേരള പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് അപേക്ഷ സമർപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ട സ്കൂളിൽ വേക്കൻസി ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ മാറാൻ സാധിക്കും. അല്ലാതെ മ്യൂച്വൽ ട്രാൻസ്ഫർ ഇനി ഉണ്ടാകുന്നതല്ല. കാരണം പല വിദ്യാർത്ഥികളും മ്യൂച്വൽ ട്രാൻസ്ഫർ ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനിയൊരു മ്യൂച്വൽ ട്രാൻസ്ഫർ ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് അങ്ങനെ വല്ല മാറ്റം ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ കേരള പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള അപേക്ഷ സമർപ്പിച്ചാൽ മതി. അത് ജസ്റ്റ് നിങ്ങൾ ചിലപ്പോൾ തിരുവനന്തപുരത്ത് പോകേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങൾ നിങ്ങളുടെ സ്കൂളിലെ പ്രിൻസിപ്പാളിനോട് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ആ ഒരു ഡീറ്റെയിൽസ് പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് വേണമെങ്കിൽ അങ്ങനെ മാറാൻ പറ്റുമോ എന്നുള്ളത് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. കാരണം പല വിദ്യാർത്ഥികളും ഇപ്പോഴും മ്യൂച്വൽ ട്രാൻസ്ഫർ ഉണ്ടോ എന്നുള്ളത് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇനി മ്യൂച്വൽ ട്രാൻസ്ഫർ ഉണ്ടാവുന്നതല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് നേരിട്ടൊരു അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ, അതായത് നിങ്ങൾക്ക് ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് വേണ്ട സ്കൂളിൽ വേക്കൻസി ഉണ്ടെങ്കിൽ അങ്ങനെ മാറ്റം തരുന്നതാണ്. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ തിരുവനന്തപുരത്ത് പോയിട്ട് ഈ ഒരു അപേക്ഷ കൊടുക്കേണ്ടതായിട്ടൊക്കെ വരും. അക്കാര്യം വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ 2024-25 അധ്യയന വർഷത്തെ +1 പ്രവേശനത്തിനായിട്ടുള്ള പ്രോസ്പെക്ടസ് പരാമർശത്തിലെ സർക്കാർ ഉത്തരവ് കൊണ്ട് അംഗീകരിച്ചിട്ടുണ്ട്. അതായത് അംഗീകരിച്ചിട്ടുള്ളതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ മുഖ്യഘട്ടത്തിൽ 3 അലോട്ട്മെൻറ്റ്, അതുപോലെ സപ്ലിമെൻ്ററി ഘട്ടത്തിൽ 2 അലോട്ട്മെൻറ്റ്, അതുപോലെ തന്നെ 2 സ്കൂൾ കോമ്പിനേഷൻ ട്രാൻസ്ഫർ എന്നിങ്ങനെയും സ്പോട്ട് അലോട്ട്മെൻറ്റും നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികൾക്കും അനുകമ്പാർഹ മാറ്റത്തിന് അർഹതയുള്ള ഗുരുതര രോഗാവസ്ഥ ഉള്ളതും ആയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് അതുപോലെ ശിശു സംരക്ഷണ നിയമം അനുസരിച്ച് പ്രത്യേക ശ്രദ്ധയും സംരക്ഷണവും ആവശ്യമുള്ള വിദ്യാർത്ഥികൾക്കും നിലവിൽ ലഭിച്ച സ്കൂൾ കോഴ്സിന് പകരം കൂടുതൽ സൗകര്യപ്രദമായിട്ടുള്ള മറ്റ് സ്കൂൾ കോമ്പിനേഷനുകളിലേക്ക് മാറ്റം ആവശ്യപ്പെട്ട് സമർപ്പിച്ച അപേക്ഷകൾ പരിഗണിച്ചുകൊണ്ടുള്ള സ്കൂൾ മാറ്റം, കോഴ്സ് മാറ്റം അനുവദിച്ച് ഉത്തരവാകുന്നു. പ്രവേശനാനുമതി നൽകിയിട്ടുള്ള വിദ്യാർത്ഥികളുടെ വിവരങ്ങൾ അനുബന്ധമായിട്ട് നൽകിയിട്ടുണ്ട്. അപ്പോൾ അതത് പ്രിൻസിപ്പാൾമാർ അഡ്മിഷൻ വെബ്സൈറ്റ് വഴി ആ ഒരു പ്രത്യേക അനുമതി ലഭിച്ചിട്ടുള്ള വിദ്യാർത്ഥികളെ ബന്ധപ്പെട്ട് 2024 ഓഗസ്റ്റ് 23 വൈകുന്നേരം 4 മണിക്കുള്ളിൽ പ്രോസ്പെക്ടസിൽ പ്രതിപാദിച്ചിരിക്കുന്ന യോഗ്യതാ മാനദണ്ഡങ്ങൾ ഉറപ്പാക്കി പ്രവേശനം പൂർത്തിയാക്കേണ്ടതാണെന്നുള്ളത് കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ HITC യൂസർ ലഭ്യമാക്കിയിട്ടുള്ള അഡ്മിഷൻ ഡീറ്റെയിൽസ് എൻട്രി പ്രൊസീഡിങ്സ് എന്നുള്ള ലിങ്കിലൂടെ 2024 ഓഗസ്റ്റ് 23 വൈകുന്നേരം 5 മണിക്കുള്ളിൽ ഈ ഒരു വിദ്യാർത്ഥികളുടെ പ്രവേശന വിവരങ്ങൾ രേഖപ്പെടുത്തണം എന്നുള്ളത് നൽകിയിട്ടുണ്ട്. അതായത് ആ ഒരു ഡീറ്റെയിൽസ് നൽകണമെന്നുള്ളത് സർക്കുലർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഈ ഒരു ട്രാൻസ്ഫർ ലഭിച്ചിട്ടുള്ള വിദ്യാർത്ഥികളുടെ, അതായത് അപേക്ഷ നൽകിയിട്ട് അവർക്ക് ട്രാൻസ്ഫർ അനുവദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക്, അതായത് ഇവിടെ ഈ ഒരു ട്രാൻസ്ഫർ ലഭിച്ച വിദ്യാർത്ഥികൾ അതായത് ഓഗസ്റ്റ് 23 വൈകുന്നേരം 5 മണിക്കുമ്പായിട്ട് നിങ്ങൾക്ക് ട്രാൻസ്ഫർ ലഭിച്ച ആ ഒരു സ്കൂളിലേക്ക് മാറേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. അതുപോലെ തന്നെ നിലവിൽ ഈ ഒരു മ്യൂച്വൽ ട്രാൻസ്ഫർ ഇനി ഉണ്ടാവുന്നതല്ല. നിങ്ങൾക്ക് സ്കൂൾ മാറ്റമോ മറ്റോ ആവശ്യമുണ്ട്, നിങ്ങൾക്ക് വേണ്ട സ്കൂളിൽ വേക്കൻസി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കേരള പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് അതുമായി ബന്ധപ്പെട്ടുള്ള അപേക്ഷ നൽകിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാറാൻ പറ്റുമോ എന്നുള്ളത് അറിയാൻ സാധിക്കുന്നതാണ്. ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ സ്കൂൾ പ്രിൻസിപ്പാളിനോട് ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.